അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ 28ാമത് പ്രൊഫ്കോണിൻ്റെ വർക്ക്ഷോപ്പ് വെന്യൂവിലേക്ക് വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും സമയം സംസാരിച്ചിരുന്നത് മനുഷ്യൻ്റെ കഥയാണ്. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിനെ വിവിധ ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും, ഇസ്ലാം ഒരു ടോട്ടാലിറ്റിയിൽ അതിനെ എങ്ങനെ പറയുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ കിടക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ അഥവാ ജൈവ പരിണാമം. എന്തായാലും ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചരിത്രം പറയാം. 1925 നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ US-ലുള്ള ടെനസി എന്ന് പറയുന്ന അവിടെ ഉള്ളൊരു സംസ്ഥാനം, സ്റ്റേറ്റ് ഓഫ് ടെനസി, അവിടെ 1925 നമ്മൾ സംസാരിക്കുന്നത് ഓർക്കണം. അന്ന് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പേര് ബട്ട്ലർ ലോ എന്നാണ്. ബട്ട്ലർ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇറ്റ് ഈസ് ഇല്ലീഗൽ ടു ടീച്ച് എനി തിയറി ദാറ്റ് ഡിനൈഡ് ദ ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് ഡിവൈൻ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ. ദൈവികമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ, അല്ലെ? അതാണ് ബൈബിളിന്റെ സ്റ്റോറി. അതിനെതിരായി വരുന്ന യാതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ബട്ട്ലർ നിയമം. അപ്പൊ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈസ്കൂൾ ടീച്ചർ, അദ്ദേഹം ജോൺ ടി സ്കോപ്സ് എന്ന് പറയുന്ന അദ്ദേഹം ഇതെന്ത് ചെയ്യാണ്, ഈ ഇവല്യൂഷൻ, നമ്മൾ ഇന്ന് പറയുന്ന ജൈവ പരിണാമം, അദ്ദേഹം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പൊ ഇത് വലിയ ഇഷ്യൂ ആയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഈ ബട്ട്ലർ നിയമം ഉള്ളത് കൊണ്ട് തന്നെ ശിക്ഷ വിധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം കോടതിയിലേക്ക് പോവാണ്. അന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം കോടതിയിലേക്ക് പോകുമ്പോൾ ഇത് അമേരിക്കയിൽ വലിയൊരു ഇഷ്യൂ ആയി മാറുകയാണ്. അന്ന് US പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്ന, അന്നത്തെ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്ന വില്യം ബ്രയാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനെതിരെ വാദിക്കുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ക്ലറൻസ് ഡാരോ എന്ന് പറയുന്ന വ്യക്തിയും, കോടതിയിൽ വാദിക്കുന്ന അദ്ദേഹവും വലിയ പോർട്ട്ഫോളിയോ ഉള്ള മനുഷ്യനാണ്. അപ്പൊ ഇവർ രണ്ടാളുടെയും വാദങ്ങൾ ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ, വാദിഭാഗം പറയുന്നത് പരിണാമ സിദ്ധാന്തം മതവിശ്വാസത്തെയും ധാർമ്മികതയെയും അട്ടിമറിക്കുന്നു, അതുകൊണ്ട് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ടെനസി സ്റ്റേറ്റിന്റെ ലോ. അവരങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ പ്രതിഭാഗം പറയുന്നത് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് തടയുക എന്നുള്ളത് ബൗദ്ധിക സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതായത് അത് ഏതൊരു കാര്യം പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള പഠിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അതിന്റെ മേലെ കടന്നു കയറി അത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഇത് ഈ ഒരു കോടതി അതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ രീതിയിൽ അന്ന് പത്രങ്ങളിലൊക്കെ വലിയ കോളത്തിലേക്ക് ഇത് വന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതി ഈ നടപടികൾ നടക്കുമ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടാണ്. വലിയ ആളുകൾ തടിച്ചുകൂടാന്ന് മാത്രമല്ല, ഈവൻ അതിൽ പറയുന്നത് ഈ പോപ്കോൺ വിൽക്കുന്ന ആളുകൾ പോലും അടുത്തേക്ക് കടന്നു പോകുന്നതാണ്. അത്രയും വലിയ ജനസാഗരം. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഇനി കോടതി വിധിക്കുക എന്ന് അറിയാൻ വേണ്ടി വലിയ ജനസാഗരം അവിടെ വരികയാണ്. അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവസാനം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചർക്കെതിരെ വിധി വരികയാണ്, ജോൺ ടി സ്കോപ്സിനെതിരെ വിധി വരികയാണ്. ആ ടെനസിയിലുള്ള ആക്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ബട്ട്ലർ നിയമം പ്രകാരം അദ്ദേഹത്തിന് $100 പിഴ കൊടുത്ത് അദ്ദേഹം അതിൽ നിന്ന് പോവാണ്. പിന്നീട് ഇത് 1925 സംഭവിക്കുന്നത്. പിന്നീട് അമേരിക്കയിലെ നിയമങ്ങളൊക്കെ മാറുന്നുണ്ട്. 1968 നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മറ്റൊരു പ്രമാദമായിട്ടുള്ള കേസ് വരുന്നുണ്ട്. അതിൽ ഇവല്യൂഷന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് അവിടെ വിജയിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പരിണാമം എന്ന് പറയുമ്പോൾ, പരിണാമം ശരിയാണ്, പരിണാമം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പരിണാമം നടക്കുന്നുണ്ടോ, ഇവല്യൂഷൻ നടക്കുന്നുണ്ടോ? നിങ്ങളെ ഒരു അഭിപ്രായം എന്താണ്? ഇവല്യൂഷൻ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഇവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവല്യൂഷൻ അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബാക്ടീരിയകളുടെ ആന്റിബയോട്ടിക് പ്രതിരോധം, ഇപ്പൊ MRSA എന്നൊക്കെ പറയും, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നമ്മളുടെ ഉള്ളിൽ വന്നു എന്ന് മാത്രമല്ല, അതിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്ന മെഡിസിൻസ്, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി ഈ ബാക്ടീരിയക്ക് ഉണ്ടാകാൻ, ആ രീതിയിൽ അത് ഇവോൾവ് ചെയ്ത് മാറുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണമാണ് COVID-19 ബന്ധപ്പെട്ടുകൊണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ഒരു തരംഗം ഉണ്ടായി, കോവിഡിന്റെ ഒരു തരംഗം ഉണ്ടായി. അതിനുശേഷം പിന്നീട് വന്ന രണ്ടാം തരംഗം കുറച്ചുകൂടി വലിയ രീതിയിൽ ആളുകളെ ബാധിക്കുകയുണ്ടായി. അത് ഈ
കോവിഡ് അതിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ്, അല്ല ഇവല്യൂഷൻ സംഭവിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവല്യൂഷൻ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. വിശ്വാസികളായി കഴിഞ്ഞാലും നിരീശ്വരവാദികളായി കഴിഞ്ഞാലും ആരും ഇവല്യൂഷൻ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഇവല്യൂഷൻ ഇല്ല എന്ന് ആരും പറയുന്നില്ല. എന്നാൽ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. അവിടെ ഇവല്യൂഷൻ എന്നുള്ളതിനപ്പുറം പരിണാമ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിണാമ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ തിയറീസ്. അത് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഏതെങ്കിലും 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ മുതൽ നമ്മൾ കേൾക്കുന്ന ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് ഇവല്യൂഷൻ തിയറീസ് ഉണ്ട്. നമ്മൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് ഡാർവിന്റെ തിയറിയാണ് എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത്. ഇനി ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഏതൊരു സിദ്ധാന്തത്തെയും നമ്മൾ ഒരു ഹിസ്റ്ററിയും പറയും, അതിന്റെ ഒരു മെക്കാനിസവും പറയും. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഹിസ്റ്ററി എന്നുള്ളത് കോമൺ ആൻസെസ്ട്രിയാണ്. അഥവാ ഒരു പൊതു പൂർവികനിൽ നിന്ന് പരിണമിച്ചുണ്ടാവുകയാണ് ബാക്കിയുള്ള സ്പീഷീസ്. അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യനും കുരങ്ങും ഒരു പൊതു പൂർവികനിൽ നിന്ന് വരുന്നു. ഇതാണ് അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിന്റെ മെക്കാനിസം എന്നുള്ളത് അവർ വിശദീകരിക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്, അഥവാ പ്രകൃതി നിർദ്ധാരണം. അപ്പൊ എന്താണ് നാച്ചുറൽ സെലക്ഷൻ? അഥവാ നാച്ചുറൽ സെലക്ട് ചെയ്യുകയാണ്. അർഹമായതിന്റെ അതിജീവനം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ സിമ്പിളായിട്ട് അതിനെ പറയാറുള്ളത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അല്ലെ, അർഹമായതിന്റെ അതിജീവനം എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഒരു പരിസ്ഥിതിയോട് അല്ലെങ്കിൽ ഒരു പരിതസ്ഥിതിയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് എന്താണോ അത് അതിജീവിക്കും എന്നുള്ളതാണ് നാച്ചുറൽ സെലക്ഷൻ ഏറ്റവും സിമ്പിളായി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കാലക്രമേണ ഈ അതിജീവിക്കുന്ന സ്പീഷീസ് അവർ മാത്രമായി മാറും, മറ്റുള്ള സ്പീഷീസോ വാട്ടെവർ അതെന്ത് ചെയ്യും, എക്സ്റ്റിൻറ്റ് ആയി പോകും എന്നുള്ളതാണ് അതിന്റെ മെക്കാനിസം. ഓക്കെ, ഇനി നിയോ ഡാർവിനിസം എന്താണ്? ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്, കാരണം ഇത് അറിയാതെ നമുക്ക് അടുത്തേക്ക് കടക്കാൻ പറ്റില്ല. നിയോ ഡാർവിനിസം എന്താണ്? ഡാർവിനിസം നമ്മൾ ഈ പറഞ്ഞ കാര്യമാണെങ്കിൽ, നിയോ ഡാർവിനിസം എന്ന് പറയുന്നത് ഡാർവിന്റെ കാലഘട്ടത്തിൽ ജെനറ്റിക്സ് നമ്മൾ വളരെയധികം വലിയ രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് ജെനറ്റിക്സ് എന്നുള്ളത്. ഈ ജെനറ്റിക്സ് ഡാർവിന്റെ അദ്ദേഹം കാര്യങ്ങൾ സൈദ്ധാന്തികവൽക്കരിക്കുന്ന സമയത്ത് ജെനറ്റിക്സ് വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഡാർവിന്റെ ഒക്കെ മരണത്തിന് ശേഷം ജെനറ്റിക്സുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള നിയോ ഡാർവിനിസം കടന്നു വരുന്നുണ്ട്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി അത് തന്നെയാണ്, കോമൺ ആൻസെസ്ട്രി ആണ്, ഒരു പൊതുപൂർവികയിൽ നിന്ന് മറ്റുള്ളവർ കടന്നു വരിക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ മെക്കാനിസത്തിൽ നാച്ചുറൽ സെലക്ഷന്റെ കൂടെ, പ്രകൃതി നിർദ്ധാരണം എന്നുള്ളതിന്റെ കൂടെ ജീൻ മ്യൂട്ടേഷൻ എന്നുള്ളത് കൂടി വരികയാണ്. എന്താണ് ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള കോഡുകളാണ് ജീനുകൾ, നമ്മൾ സിമ്പിളായി പറയും. ഈ ജീനുകളിൽ മ്യൂട്ടേഷൻ സംഭവിക്കാം, അത് പല രീതിയിൽ സംഭവിക്കാം. നമ്മൾ സാധാരണ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, അല്ലെ, ഡിലീഷൻസ്, എഡീഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കാം. ഈ ജീനുകളുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ രീതിയിലുള്ള മ്യൂട്ടേഷൻ സംഭവിക്കാം. ഈ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എല്ലാം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം നിർബന്ധമില്ല, യാതൊരു മാറ്റം ഉണ്ടാക്കാത്ത മ്യൂട്ടേഷൻസും സംഭവിക്കാം. അപ്പൊ നിയോ ഡാർവിനിസം എന്താണ്, ഡാർവിനിസം എന്താണ് ഇവല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാർവിനിസത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ്. പലപ്പോഴും ഇവർ പറയാറുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ലിബറലുകളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കൂടുതൽ അറിയാത്ത ആളുകളായി കഴിഞ്ഞാലും അവർ സംസാരിക്കുന്ന ഒരു കാര്യം, രണ്ട് ഒരേപോലെയുള്ള കാര്യങ്ങൾ, രണ്ട് സ്പീഷീസിൽ ഒരേപോലെ ചിറകുകൾ ഒരേപോലെയാണ്, അതുകൊണ്ട് ഇത് പൊതുപൂർവികനിൽ നിന്ന് വന്നതല്ലേ, അപ്പം ഇത് ഇൻഡയറക്ട്ലി ആണെങ്കിലും ഡയറക്ട്ലി ആണെങ്കിലും ഇത് ഡാർവിൻ പറഞ്ഞ പരിണാമ സിദ്ധാന്തത്തിന് ഒരു തെളിവല്ലേ എന്നുള്ള നിലക്കൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഡാർവിന്റെ ഇവല്യൂഷൻ തിയറിയുടെ മെക്കാനിസം എന്താണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതൊരിക്കലും സിമിലാരിറ്റിയുമായി ബേസ് ചെയ്തുകൊണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മെക്കാനിസം നാച്ചുറൽ സെലക്ഷൻ ആയിരുന്നു. ആ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തിലാണ് ആക്ച്വലി ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത്. അതിന് അദ്ദേഹം ഒരുപാട് അസംഷൻസ് എടുത്തിട്ടുണ്ട്. ആ അസംഷൻസിന്റെ പ്രശ്നങ്ങൾ, ട്രീ ഓഫ് ലൈഫ്, അല്ലെ, ഒരു പൂർവികൻ, അതിൽ നിന്ന് രണ്ടാൾക്കാർ, അതിൽ നിന്ന് കുറെ ആൾക്കാർ, ഈ രീതിയിലുള്ള ഒരു ട്രീ ഓഫ് ലൈഫാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതല്ലാത്ത വെബ് ഓഫ് ലൈഫ് മുന്നോട്ട് വെച്ച ആൾക്കാരുണ്ട്. പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ആധുനികരായിട്ടുള്ള ഇവല്യൂഷണറി ബയോളജിസ്റ്റുകളായി കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റ് ആളുകളായി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആളുകളായി കഴിഞ്ഞാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് ഈ രീതിയിൽ സംഭവ്യമല്ല എന്നാണ്. അതായത് ഡാർവിൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പൊതുപൂർവികൻ, അതിൽ നിന്ന് അടുത്ത ആൾക്കാർ, ഈ രീതിയിൽ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറയുന്നത് നമ്മളല്ല, ഇവല്യൂഷണറി ബയോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതിന്റെ കാര്യങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർവിന്റെ തിയറിക്ക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവല്യൂഷൻ ബൈ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ നിയോ ലാമാർക്കിയൻ ഇവല്യൂഷൻ, മ്യൂട്ടേഷൻ ഡ്രിവൻ ഇവല്യൂഷൻ. അപ്പോൾ ഈ ഡാർവിന്റെ ഈ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്ന ആളുകൾ, നമ്മൾ ഈ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും
വിശ്വാസികളാണ് എതിർക്കുന്നത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നത് വിശ്വാസികളാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. പക്ഷെ അതിനെ യഥാർത്ഥത്തിൽ എതിർക്കുന്ന ആളുകൾ വിശ്വാസികളല്ലാത്ത എയ്ത്തിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെന്നാണ്. ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിട്ടുള്ള W. ഫോർഡ്, അദ്ദേഹവും അതേപോലെ തന്നെ ഡെനിസ് നോബൽ, 2 ആൾക്കാരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 2 പേരും എയ്ത്തിസ്റ്റുകളാണ്. അഥവാ വിശ്വാസികളായതുകൊണ്ട് ഇതിനെ എതിർത്തതല്ല, എയ്ത്തിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് എതിർക്കാൻ മറ്റു ചില കാരണങ്ങളുണ്ട്, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എതിർക്കുന്ന ആളുകളൊക്കെ ഇതിനെ എതിർക്കാൻ കാരണമായി പറയുന്നത് കോമൺ ആൻസെസ്ട്രി അല്ല, മറിച്ച് അതിന്റെ മെക്കാനിസമാണ്. അഥവാ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവവർഗങ്ങളുടെ ഉത്ഭവം അഥവാ സ്പീഷീസിന്റെ ഒറിജിൻ അതിനെ ഫിസിക്കലായി അല്ലെങ്കിൽ ഭൗതികമായി വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, അല്ലെ? നമ്മൾ എവല്യൂഷൻ ഈ പറഞ്ഞ സമയത്തൊന്നും നമ്മൾ ദൈവം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, മതം എന്ന് പറയുന്ന ഒരു വേർഡ് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പീഷീസിന്റെ ഒറിജിൻ അഥവാ ജീവവർഗങ്ങളുടെ ഉത്ഭവം അത് ഭൗതികമായി നമ്മൾക്ക് ഇതാ വിശദീകരിക്കാൻ സാധിച്ചിരിക്കുന്നു, അല്ലെ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വെച്ച് നമുക്ക് അത് വിശദീകരിക്കാൻ, ഭൗതികമായി വിശദീകരിക്കാൻ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നിലേക്കും പോകാതെ ഭൗതികമായി നമുക്കത് വിശദീകരിക്കാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ആളുകൾ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ബേസിക്കലി അറിയേണ്ട മറ്റൊരു വിഷയമാണ്, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒരു സയന്റിഫിക് മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സയൻസ് ആണോ? അല്ല സയൻസിൽ പെടാത്ത എന്തെങ്കിലും ആണോ? നിങ്ങൾ പറഞ്ഞോളി. സയൻസ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ, സയൻസ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം സയൻസ് എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം മനസ്സിലാക്കണം. അഥവാ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നതിൽ അദ്ദേഹം ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, ഒരു സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിയും പറഞ്ഞു, അതിന്റെ മെക്കാനിസവും അതിൽ പറഞ്ഞു. ഈ ഹിസ്റ്ററിയും മെക്കാനിസവും ഒരാൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാ വാലിഡ് സയന്റിഫിക് മോഡൽ എന്ന് തന്നെയാണ്. അഥവാ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വാലിഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് മോഡലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രം ഒരിക്കലും തീർപ്പിലേക്ക് എത്തിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ പ്രസന്റേഷൻസിൽ അത് ചെറുതായി പറയണ്ടായി. ശാസ്ത്രം ഒരിക്കലും സത്യത്തിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അഥവാ ഒരു കാര്യം വാലിഡ് സയന്റിഫിക് മോഡലാണ്, വാലിഡ് സയന്റിഫിക് തിയറിയാണ് എന്നുള്ളത് കൊണ്ട് അത് സത്യമാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾക്ക് ഭൗതികമായി ഇതാ വിശദീകരിക്കാൻ സാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ ഫിലോസഫിക്കൽ നാച്ചുറലിസം എന്ന് പറയാം. നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു വിഷയത്തെയും പഠിക്കുമ്പോൾ നമ്മളൊക്കെ നാച്ചുറലിസ്റ്റുകളായിട്ട് മാറും. ഒരു സയന്റിഫിക് ആയിട്ട് ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്ന് പറയാം, അല്ലെ? മെത്തേഡ്, അല്ലെ? നമുക്ക് പഠിക്കാനുള്ളൊരു ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറലിസ്റ്റുകളായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയണം, മഴ പെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല മഴ പെയ്യണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള പഠനം മുന്നോട്ട് പോകും. അള്ളാഹു സുബ്ഹാനഹു തആല മഴ പെയ്യിപ്പിക്കുന്നത് കൊണ്ട് മഴ പെയ്യുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പഠനം മുന്നോട്ട് പോകും? ഒരിക്കലുമില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ആ മെത്തഡോളജിക്കൽ നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മഴയുടെ പിന്നെന്താ അത് ഇവാപറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, അല്ലെ? അതിന്റെ മെക്കാനിസം നമ്മൾ പഠിക്കും. പക്ഷെ ഈ മെക്കാനിസം പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണ്, ദൈവം ഇല്ല എന്നുള്ളതല്ല, അല്ലെ? ഒരു ചായ എങ്ങനെ ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒരു കപ്പ് വേണം, അതിലേക്ക് കുറച്ച് വെള്ളം വേണം, ചൂടുള്ള വെള്ളം വേണം, അതിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഇടണം, അതിങ്ങനെ കലക്കണം, അല്ലെ? പാലും വേണം, ഓക്കെ. ഇങ്ങനെ കലക്കണം എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിസം നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി. അതുകൊണ്ട് ചായ ആരും ഉണ്ടാക്കിയതല്ല, ചായ തനിയെ ഉണ്ടായെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്കൊരു കാര്യത്തിന്റെ മെക്കാനിസം മനസ്സിലായി എന്നുള്ളത് കൊണ്ട് അതിന് ഒരു സൃഷ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പൊ ഈ ബേസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഫോസിൽ തെളിവുകൾ, അല്ലെ? പലപ്പോഴും പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളാണ് ആ പരിണാമ സിദ്ധാന്തത്തിന് ഫോസിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയുന്നത് വലിയൊരു ചതിയുടെ കഥയാണ്. 1912 നടന്ന വലിയൊരു ചതിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ലണ്ടനിൽ വെച്ചാണ്. ലണ്ടനിലെ സസെക്സ് എന്ന് പറയുന്ന അവിടെ വെച്ചാണ് ഈ ഒരു ചതി നടക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം. ആ കാലഘട്ടം എന്ന് പറയുന്നത് വേൾഡ് വാർ 1, അല്ലെ? 1-ാം ലോക മഹായുദ്ധം നടക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഷറിൽ ലോകം നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പല രാജ്യങ്ങൾ തമ്മിലുള്ള ടൈസ്, അല്ലെ, അത് ഭയങ്കരമായിട്ട് വീക്കാണ്. പ്രത്യേകിച്ച് ബ്രിട്ടനും
ജർമ്മനി പോലെയുള്ള രാഷ്ട്രങ്ങളും തമ്മിലുള്ള ടൈസ് ഭയങ്കര വീക്കാണ്. ഇതേ സമയത്താണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും അതിന്റെ സയന്റിഫിക് സംവാദങ്ങളും ഒരു സൈഡിൽ നടക്കുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാർവിൻ ഒരു കാര്യം പറഞ്ഞു വെച്ചു. എന്താ സംഭവിച്ചത്? മനുഷ്യനും എയ്പ്പുകളും അല്ലെ, ഇതിന്റെയൊക്കെ ഒരു പൊതുപൂർവികനുണ്ട്. അപ്പൊ പൊതുപൂർവികനിൽ നിന്ന് മനുഷ്യനിലേക്കും എയ്പ്പുകളിലേക്കും എത്തിച്ചേരും എന്നുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾക്ക് മിസ്സായിട്ടുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. അതെന്താണ്? ഈ പൊതുപൂർവികനെയും മനുഷ്യനെയും കണക്ട് ചെയ്യുന്ന ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. അപ്പൊ ഈ മിസ്സിംഗ് ലിങ്ക് ഫൈൻഡ് ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അന്നത്തെ ശാസ്ത്ര ലോകത്തെ വലിയ ചർച്ചയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും, ആര് കണ്ടുപിടിക്കും അല്ലെ? ഭയങ്കര ജിജ്ഞാസയാണ്. ഏത് രാജ്യക്കാർ കണ്ടുപിടിക്കും? അതിന് പുറമെ പ്രത്യേകിച്ച് അവിടെ വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രഷർ കിടക്കണം. അപ്പൊ ആ സമയത്താണ് 1907 ജർമ്മനിയിലുള്ള ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ, അവര് ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി ഈ 3 രാജ്യങ്ങളിലുള്ള സയന്റിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾ, അവർ 1907 ഹോമോ ഹിഡൽബർഗൻസിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫോസിൽ കണ്ടെടുക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് ഇതുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് ലിങ്ക് എന്നുള്ള നിലക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതൊരു വശത്ത് ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് അവരിത് നടത്തുകയാണെന്ന് പറയുമ്പം ഇംഗ്ലണ്ടുകാരെ നമുക്കറിയാലോ, ബ്രിട്ടീഷുകാരെ നമുക്കറിയാലോ. ഇപ്പൊ പ്രത്യേകിച്ച് യൂറോ കപ്പൊക്കെ നടക്കുന്ന സമയത്ത് സാധാരണ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് കമ്മിങ് ഹോം അല്ലെ, ആ കപ്പ് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ അവരെപ്പോഴും അവരുടെ ഒരു നാഷണലിസം അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇത് ഇന്ന് മാത്രമല്ല, അന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇവർക്ക് അവിടെ എന്ത് ചെയ്യാണ്, ശുണ്ടി വരികയാണ്. അതായത് മറ്റേ ടീം എന്ത് ചെയ്തു, പോളണ്ട്, ജർമ്മനി അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു ഹോമോ ഹിഡൽബർജൻസിസ് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണോ? മാത്രമല്ല ഇത് അവർക്ക് ഒരു ഇത് കേരിയെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റു പല സയന്റിസ്റ്റുകളും ഇംഗ്ലീഷ് സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ബയോളജിസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ കളിയാക്കാനൊക്കെ തുടങ്ങിയിരുന്നു, അവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്താണ് 1912 ചാൾസ് ഡോസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അമച്വർ ആർക്കിയോളജിസ്റ്റ്, അദ്ദേഹം ഒരു ഫോസിലുമായി വരുന്നത്. അദ്ദേഹം ഫോസിലുമായി വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഫോസിൽ കാണിക്കുകയാണ്. ആ ഫോസിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കുഴി കുഴിക്കുന്ന സമയത്ത്, ഡിഗ് ചെയ്യുന്ന സമയത്ത് ഒരു തേങ്ങ പോലത്തെ ഒരു സാധനം കിട്ടി. ഒരു കോക്കനട്ട്, ലൈക്ക് എ കോക്കനട്ട്, ഒരു തേങ്ങ പോലത്തെ ഒരു സാധനം കിട്ടി. അത് അവരെന്ത് ചെയ്തു, എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാനത് നോക്കുമ്പം എനിക്ക് മനസ്സിലായി, ഇത് മനുഷ്യനും ഇപ്പം തമ്മിലുള്ള ആ മിസ്സിംഗ് ലിങ്ക് ഉണ്ടല്ലോ, ആ മിസ്സിംഗ് ലിങ്ക് ആണ് ആക്ച്വലി ഇത് എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം അതിനെ ബ്രിട്ടീഷ് ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. അഥവാ ഞങ്ങളിതാ ബ്രിട്ടീഷുകാരിതാ കണ്ടുപിടിച്ചിരിക്കുന്നു, മിസ്സിംഗ് ലിങ്ക് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇതിന് പേരിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ് ഡൗൺ മാൻ എന്നാണ്, പിറ്റ് ഡൗൺ മാൻ 1 എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കുകയാണ്. ഇതിന് പുറമെ കുറെ കാര്യങ്ങൾ, ഇതിങ്ങനെ കുഴിച്ചെടുത്തപ്പം തലയോട്ടികൾ മാത്രമല്ല കണ്ടുപിടിച്ചത്. എന്തൊക്കെയാണ്? തലയോട്ടി നേരിട്ട്, ടോട്ടൽ തലയോട്ടിയല്ല, മാൻഡിബിൾ, നമ്മുടെ താടിയല്ല്, ഒരു താടിയല്ല് കണ്ടുപിടിക്കുന്നു. അതിൽ ഒരു സെറ്റ് ഓഫ് ടീത്ത് അതിലുണ്ട്. അതേപോലെ തന്നെ ഒരു പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈക്ക് സ്കൾ, മനുഷ്യന്റെ പോലത്തെ ഒരു തലയോട്ടി ഡിഗ് ചെയ്യുമ്പോൾ കിട്ടുകയാണ്. അതേപോലെ തന്നെ ഒരു കനൈൻ ടീത്ത്, നമ്മളുടെ ഈ കനൈൻ ടീത്ത് കിട്ടുകയാണ്. അതേപോലെ തന്നെ സ്റ്റോൺ ടൂൾസ് അല്ലെ, ഈ കല്ല് കൊണ്ടുള്ള ടൂൾസ്. അതേപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ബാറ്റ് പോലത്തെ ഒരു സാധനം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. എന്നിട്ട് കുറെ കഥകൾ മെനയാണ്. എന്താ കഥകൾ? ഈ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന ആള്, അയാള് ഏർലി ബ്രിട്ടീഷ് മാൻ ആയിരുന്നു, അല്ലെ ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ മിസ്സിംഗ് ലിങ്ക്. മാത്രമല്ല അവർ പണ്ട് കാലത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്നു, കാരണം ക്രിക്കറ്റ് ബാറ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ അത് വലിയ പുസ്തകങ്ങൾ എഴുതുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ശാസ്ത്രലോകം അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് 1912 ഇത് പറയുന്നത്, അങ്ങനെ മിസ്സിംഗ് ലിങ്ക് കണ്ടുപിടിച്ചിരിക്കുന്നു, അതിന് അവർ ക്രിക്കറ്റ് പോലും കളിച്ചിരിക്കുന്നു, ആ നിലക്ക് വരെ എന്ത് ചെയ്തു, കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള നിലക്കേക്ക് എന്ത് ചെയ്തു, കാര്യങ്ങൾ പോയി. പിന്നെ അതിനുശേഷം ചാൾസ് ഡോസൺ എന്ന് പറയുന്ന അദ്ദേഹം ഇത് കാര്യങ്ങളൊക്കെ പറയുന്നു. മാത്രമല്ല കുറച്ചകലെ ഈ കുഴിച്ച് ഈ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ, അതിന് കുറച്ച് ഏതാനും മൈലുകൾക്കപ്പുറം വീണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടുകയാണ്. എന്നിട്ട് അതിന് അദ്ദേഹം മറ്റൊരു പേരിടാണ് പിറ്റ് ഡൗൺ മാൻ 2. ഇന്ന് ഈ പേരിടുക എന്ന് മാത്രമല്ല, ഇതിനെ സയൻസിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ സയന്റിഫിക് നെയിമും കൊടുത്തു. അതിന്റെ പേര് ഇയാന്ത്രോപ്പസ് ഡൗസാനി എന്ന് പറയുന്ന ഒരു പേരും അതിന് കൊടുത്തു. അപ്പൊ ഇതൊക്കെ ചെയ്തു ഇവര്. 1912 ഡിസംബറിലാണ് ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആദ്യം കുറച്ച് സംശയാലുക്കൾ ഉണ്ടായിരുന്നു. പിറ്റ് ഡൗൺ മാൻ 2 കൂടി കണ്ടുപിടിച്ചതോടുകൂടി അവരെയും വായ മൂടിക്കെട്ടി.
അങ്ങനെ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഇത് കടന്നു വരികയാണ്. ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കടന്നു വരുന്നു, എല്ലാവരും ഇത് പഠിക്കാൻ തുടങ്ങുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ട്രയൽ പറഞ്ഞിരുന്നു, സ്കോപ്സ് മങ്കി ട്രയൽ എന്നൊക്കെ പറയുന്ന അമേരിക്കയിൽ അന്ന് സുപ്രസിദ്ധമായിട്ടുള്ള ട്രയൽ. ആ ട്രയലിൽ ഇവല്യൂഷന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ഇവല്യൂഷന് വേണ്ടി വാദിച്ചിരുന്ന ആ പ്രതിഭാഗം, അവര് ഇതിനെയാണ് തെളിവായി കാണിച്ചത്. ഏത്? ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ മിസ്സിംഗ് ലിങ്കാണ് ഇവല്യൂഷന് തെളിവായിട്ട് അവർ കാണിച്ചത്. പിന്നെയാണ് രസം കിടക്കുന്നത്, കുറച്ച് കഴിഞ്ഞപ്പം ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? 1912, 13, 14 ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം 1930 എത്തിയപ്പോൾ, 20 30 എത്തിയ സമയത്ത് ശാസ്ത്രമാണല്ലോ, ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ ടൂളുകൾ വരാൻ തുടങ്ങി, കെമിക്കൽ ടെസ്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ കെമിക്കൽ ടെസ്റ്റുകൾ വന്ന സമയത്ത് ഇവർ ഇതിനെ പരിശോധിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഒന്നും പറയാൻ സാധിക്കാത്ത രീതിയിൽ അത് വലിയ രീതിയിൽ പ്രചാരം നേടുകയും ചെയ്തു. അവരിതിനെ പരിശോധിക്കാൻ തുടങ്ങി. അവർ പരിശോധിച്ച സമയത്ത് അവർ കണ്ട ചില കാര്യങ്ങളാണ് അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ കാണിക്കുന്നത്. ഇവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കണം, എയ്പ്പിന്റെ താടിയെല്ലും മനുഷ്യന്റെ തലയോട്ടിയും ചേർന്ന രൂപമാണെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, പക്ഷെ അതിന്റെ വാസ്തവം എന്തായിരുന്നു? കെമിക്കൽ ടെസ്റ്റുകൾ നടത്തി, ഫ്ലൂറൈഡ് ബേസ്ഡ് ടെസ്റ്റുകൾ നടത്തി. അതിൽ കണ്ടത് ഈ താടിയെല്ലിന്റെ താടിയെല്ലിന്റെ വയസ്സ് നോക്കുമ്പോൾ അത് ഏതാനും ഡിക്കേഡ്സ് മാത്രമാണ്, 10, 20, 30 വർഷം മാത്രമാണ്. എന്നാൽ തലയോട്ടി ആകട്ടെ 500 വർഷത്തെ പഴക്കമുണ്ട്. അപ്പൊ അവിടെ തന്നെ മനസ്സിലായി ഇത് രണ്ടും ഇവര് ആർട്ടിഫിഷ്യലി ഒരുമിച്ചാക്കിയതാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ ടെസ്റ്റ് അവർ നടത്തി കൺഫേം ചെയ്യുകയും ചെയ്തു. അടുത്തവരെടുക്കാണ് മുന്നിലെ പല്ലുകൾ, ഇവർ കൊണ്ടുവന്നിട്ടുള്ള യാന്ത്രോപ്പസ് ഡൗസാനിയുടെ മുന്നിലെ പല്ലുകൾ, അത് അതിന് എയ്പ്പിൻ്റെതിനോടും മനുഷ്യൻ്റെതിനോടും സാമ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് കൂർത്തിരുന്ന പല്ലുകളെ എന്ത് ചെയ്തു? അതിനെ ഇവരെന്ത് ചെയ്യാണ്? നേർപ്പിച്ചിട്ടാണ് ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ കിട്ടിയ ഫോസിൽ കാണാൻ, ഈ ഒരു യാന്ത്രോപ്പസ് ഡോസോനിയെ കാണാൻ ഭയങ്കര പഴയതുപോലെ ഒരു ഏൻഷ്യന്റ് ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ആ ഏൻഷ്യന്റ് ലുക്ക് ഇവരെന്ത് ചെയ്തു? അതിന്റെ മേലെ പെയിന്റ് അടിച്ചാണെന്ന് മനസ്സിലായി. പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വെച്ചിട്ട് അതിനെ ആ രീതിയിൽ പഴയതുപോലെ കാണുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു? മാറ്റിയെടുത്തതാണെന്നും മനസ്സിലായി. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവർ ക്രിക്കറ്റ് കളിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ബാറ്റ് കിട്ടിയത്. ഇവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ആ ക്രിക്കറ്റ് ബാറ്റ് എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന സാധനം ആനയുടെ കൊമ്പുണ്ടല്ലോ, ആ ആനയുടെ കൊമ്പ് ക്രിക്കറ്റ് ബാറ്റ് പോലെ ആക്കി മാറ്റിയതാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സയന്റിഫിക് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വന്ന ഒരു കാര്യമാണ്, അതിന്റെ കള്ളത്തരമാണ് ഈ കാണുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഈ പറയുന്ന ഇവല്യൂഷന്, പ്രത്യേകിച്ച് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ഈ രീതിയിൽ കള്ളത്തരങ്ങളിലൂടെ, ചതിയിലൂടെ തെളിയിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമങ്ങളാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഡാർവിന്റെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു പൊതുധാരണയും അതേപോലെ തന്നെ അതിന്റെ വാസ്തവങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു പൊതുധാരണയാണ് ചാൾസ് ഡാർവിൻ ജീവപരിണാമ സിദ്ധാന്തവുമായി വരുന്നത്. അതായത് ഡാർവിനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് ഡാർവിനാണ്. അതേപോലെ തന്നെ മറ്റൊരു നമ്മളുടെ ഒരു പൊതുധാരണയാണ് പരിണാമ സിദ്ധാന്തം നിരീശ്വരവാദത്തിന് തെളിവാണെന്നുള്ളത് സാധാരണ പറയുന്ന മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ്? പാശ്ചാത്യ ലോകത്ത് മതം കുറയുന്നു. ഇതാണ് ഒരു സാധാരണ പറയാറുള്ളത്. ഒന്ന്, ചാൾസ് ഡാർവിനാണ് ഇത് ബയോളജിക്കൽ ഇവല്യൂഷൻ ആദ്യമായിട്ട് പറയുന്നത്. ഇവല്യൂഷൻ പ്രകാരം എന്താണ്? നിരീശ്വരവാദത്തിന് ഇവല്യൂഷൻ എന്താണ്? തെളിവാകുകയാണ്. അതുകൊണ്ട് പാശ്ചാത്യ ലോകത്ത് എന്ത് ചെയ്യാണ്? വെസ്റ്റേൺ വേൾഡിൽ മതം കുറഞ്ഞു വരികയാണെന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ധാരണയെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ചാൾസ് ഡാർവിൻ ആയിരുന്നില്ല ആദ്യമായി ഇവല്യൂഷനെ കുറിച്ച് സംസാരിച്ചത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചാൾസ് ഡാർവിൻ ആയിരുന്നില്ല ഇവല്യൂഷനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചിരുന്നത്. മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പുരാതന ഗ്രീക്ക് സംസ്കാരങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡാർവിൻ പറഞ്ഞതുപോലെയല്ല, മറിച്ച് ബയോളജിക്കൽ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരാതന ഗ്രീക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മധ്യകാല ക്രൈസ്തവ മുസ്ലിം ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട്. ഞാൻ മുസ്ലിം ലോകം എന്ന് പറയുമ്പം ഇസ്ലാം അത് പറഞ്ഞു എന്നല്ല, മുസ്ലിം ലോകത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഡാർവിന് മുമ്പ് 50 വർഷം മുമ്പ് മാത്രം ജീവിച്ചിരുന്ന ലാമാർക്ക്, നമ്മളൊക്കെ അറിയുന്നുണ്ടാവും, അദ്ദേഹം ഇതേപോലെയുള്ള മറ്റൊരു തിയറി കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഡാർവിൻ അല്ല ആദ്യമായി ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്ന ബയോളജിക്കൽ ഇവല്യൂഷൻ കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ഒരുപാട് പേര് പല രീതിയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്ന് ഇപ്പോൾ ബയോളജി സയൻസ് എടുത്ത് +2 പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആനിമൽ കിങ്ഡം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്.
ഈ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ അല്ലെ അതിനെ ഓരോ ഇതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനെ നമ്മൾ പറയാറുള്ളത് ലീനിയൻ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ഈ ലീനിയൻ ക്ലാസിഫിക്കേഷൻ പോലും ഡാർവിന് മുമ്പുള്ളതാണ്, പ്രീ ഡാർവിനിയൻ എറയിലുള്ളതാണ്. അപ്പൊ ഡാർവിൻ അല്ല ഇതൊന്നും കൊണ്ടുവന്നത്. രണ്ടാമതൊരു ഒരു പൊതുധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാണ്, നിരീശ്വരവാദത്തിന് തെളിവായി മാറുന്നു എന്നാണ്. ഡാർവിന്റെ ഇവല്യൂഷൻ നിരീശ്വരവാദത്തിന് തെളിവായി മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ മുമ്പുണ്ടായിരുന്ന ജീവപരിണാമ ചർച്ചകൾ, ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക്, അതുപോലെ തന്നെ മധ്യകാല മുസ്ലിം ക്രൈസ്തവ ലോകത്തുണ്ടായിരുന്ന ചർച്ചകൾ, ഇതിലൊക്കെ അതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവർ ഇതിനെ കണക്ട് ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഡാർവിന്റെ ഇവല്യൂഷൻ സിദ്ധാന്തത്തെ എടുത്തിട്ട് നിരീശ്വരവാദത്തിന് തെളിവായിട്ട് പറയുന്നത്? ആരാണ് അത് തുടങ്ങിയത്? ആ പണി തുടങ്ങിയത് ആരാണ്? അവിടെയാണ് ഡാർവിനുമായി ബന്ധപ്പെട്ട് ഡാർവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡാർവിൻ എന്നുള്ളത് ഒരു തരത്തിൽ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ചാൾസ് ഡാർവിൻ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ സിദ്ധാന്തം സൈദ്ധാന്തികവൽക്കരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വാദം, അദ്ദേഹത്തിന്റെ ഈ പരിണാമ സിദ്ധാന്തം അത് നാടുതോറും പ്രസംഗിച്ച് നടക്കുന്നതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റ് പോലെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് TH ഹക്സ്ലിയെ പോലെ ഉണ്ടായിരുന്ന ആളുകൾ. ഈ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ പക്ക മിലിറ്റന്റ് ആയിട്ടുള്ള നിരീശ്വരവാദികളായിരുന്നു. അതാ പക്ക നിരീശ്വരവാദികളായിരുന്നു. ഡാർവിൻ ആകട്ടെ ഇൻട്രോവേർട്ടുമാണ്. ഡാർവിൻ എവിടെയും ഡാർവിന്റെ സിദ്ധാന്തം കൊണ്ട് നടന്ന് പ്രസംഗിച്ച് ആ നിരീശ്വരവാദത്തിന് തെളിവുണ്ടാക്കാൻ പോയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, അതിന് തെളിവുണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഡാർവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല ഡാർവിൻ ഒരിക്കലും എയ്ത്തിസ്റ്റ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഡാർവിൻ ഒരു നിരീശ്വരവാദിയല്ല. ചാൾസ് ഡാർവിൻ ഒരു ഡീസ്റ്റ് ആയിരുന്നു. ചാൾസ് ഡാർവിൻ ഒരിക്കലും എയ്ത്തിസ്റ്റ് ആയിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജോൺ ഫോർഡിസിന് എഴുതുന്ന ഒരു കത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇൻ മൈ മോസ്റ്റ് എക്സ്ട്രീം ഫ്ലക്ച്വേഷൻസ് ഐ ഹാവ് നെവർ ബീൻ എൻ എയ്ത്തിസ്റ്റ്. അദ്ദേഹം ഒരിക്കലും എയ്ത്തിസ്റ്റ് ആയിരുന്നില്ല. മറിച്ച് എയ്ത്തിസത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ചില ആളുകളായിരുന്നു. ഈ ഞാൻ ഇവിടെ സൂചിപ്പിച്ച TH ഹക്സ്ലിയെ പോലെയുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ വരുന്ന മറ്റൊരാളാണ് ജൂലിയൻ ഹക്സ്ലി. ഈ ജൂലിയൻ ഹക്സ്ലിയെ കുറിച്ച് നമ്മൾ അറിയണം. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് റിലീജിയൻ വിത്തൗട്ട് റെവലേഷൻ എന്നാണ്. റിലീജിയൻ വിത്തൗട്ട് റെവലേഷൻ. അദ്ദേഹം അതിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ ഡാർവിനിയൻ ഇവല്യൂഷൻ തിയറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഡാർവിനിയൻ തിയറി അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്നുള്ളത് തന്നെ, ഡാർവിനിസം എന്നുള്ളത് തന്നെ ഒരു റിലീജിയൻ ആണ്, നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ജൂലിയൻ ഹക്സ്ലി, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ജൂലിയൻ ഹക്സ്ലി വെറും ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ബുദ്ധിജീവി മാത്രമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം യുനെസ്കോ നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ നമുക്കറിയാം, യുനെസ്കോ അറിയാം. ഈ യുനെസ്കോയുടെ ഫൗണ്ടറും ആദ്യത്തെ പ്രസിഡന്റും ആയിരുന്നു ഈ ജൂലിയൻ ഹക്സ്ലി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ, യുനെസ്കോ എന്ന് പറയുന്നത് ആഗോള സംഘടനയാണ്, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, ഈ തിയറികൾ എല്ലാ പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കാം. അത് സംഭവിച്ചു. മാത്രമല്ല പിന്നെ പിന്നെ പരിണാമ സിദ്ധാന്തത്തെ നാസ്തികതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ, അതുപോലെ തന്നെ ഗോഡ് ഡെല്യൂഷൻ, ഇന്ന് നിരീശ്വരവാദികൾ അവരുടെ വേദഗ്രന്ഥം പോലെ കാണുന്ന എന്നാൽ അത്രയേറെ അബദ്ധജടിലമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഗോഡ് ഡെല്യൂഷൻ. ഈ ഗോഡ് ഡെല്യൂഷനിലും അതേപോലെ തന്നെ ദ ബ്ലൈൻഡ് വാച്ച് മേക്കറിലും ഒക്കെ അദ്ദേഹം അതിലൊരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബ്ലൈൻഡ് വാച്ച് മേക്കറിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഡാർവിന്റെ സിദ്ധാന്തം വന്നതോടുകൂടിയാണ് ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള എയ്ത്തിസ്റ്റ് ആയി മാറാൻ കഴിഞ്ഞത്. അതുവരെ ഞങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. മനുഷ്യൻ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്, മനുഷ്യന്റെ കഥ എന്താണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഡാർവിന്റെ സിദ്ധാന്തം വന്നതോടുകൂടി അതിനെ നമുക്ക് മറികടക്കാൻ സാധിച്ചു. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് എയ്ത്തിസ്റ്റുകളായി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഡാർവിൻ സിദ്ധാന്തത്തെ എന്ത് ചെയ്തു, അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു, നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പൊ ഡാർവിൻ ആയിരുന്നില്ല ഇത് ചെയ്തത്, ഡാർവിന്റെ കൂടെയുള്ള ആളുകളായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്, പരിണാമ സിദ്ധാന്തവും മതവും. മതങ്ങൾ എങ്ങനെയാണ് പരിണാമ സിദ്ധാന്തത്തെ എടുക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതിലാദ്യം നമ്മൾ ക്രൈസ്തവതയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു ഇവല്യൂഷൻ എടുക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ, ക്രൈസ്തവത പറയുന്നൊരു കാര്യം,
6000 വർഷങ്ങൾ, 6000 എന്നുള്ളത് ഒരു ഇത് പ്രകാരം 6200 7000 ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ 6000 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത്. ഏത് 6000 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഇത് നമ്മൾക്ക് ബയോളജി ടെക്സ്റ്റ് ബുക്കുകളിൽ, +2 ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ റെയ്ഹാൻ സൂചിപ്പിച്ച കുറെ തിയറീസ് ഉണ്ടായിരുന്നു. പാൻസ്പോമിയ അത് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അവസാനം യൂറി മില്ലർ എക്സ്പെരിമെന്റും പഠിപ്പിച്ചിട്ട് അവസാനം പറയാണ്, എന്നാൽ ഇതിനെതിരെയുള്ള ക്രിയേഷനിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, 5000 വർഷം മുമ്പ് മാത്രമാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അത് ക്രിയേഷനിസ്റ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ ക്രൈസ്തവതയാണ്. ക്രൈസ്തവതയാണ് 6000 വർഷം അല്ലെങ്കിൽ 7000 5000 ആ ഒരു വർഷം മുമ്പാണ് പ്രപഞ്ചവും മനുഷ്യനും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ക്രൈസ്തവതയാണ്. അപ്പൊ അവർക്ക് അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഇപ്പൊ ഇവല്യൂഷൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഫോസിൽ തെളിവുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇന്ന ജീവി ഇത്ര 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഫോസിൽ തെളിവ് കാണിക്കുന്നത്. ഇവർ പറയുന്നത് മനുഷ്യനുണ്ടായതോ 6000 വർഷം മുമ്പ്. അപ്പൊ അത് കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവല്യൂഷനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഡയറക്റ്റ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചതാണ്, നേരിട്ട് സൃഷ്ടിച്ചതാണ്. ഓരോ സൃഷ്ടിയെയും നേരിട്ട് സൃഷ്ടിച്ചതാണ്. അതിനൊരു സെക്കൻഡറി കോസിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ക്രൈസ്തവത. അടുത്തൊരു സ്ലൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു തെളിവാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ക്രൈസ്തവത ഈ ഒരു 6000 വർഷം മുമ്പാണ്, 6200 7300 ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതാകട്ടെ ഫോസിലുകൾ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോസിലുകളാവട്ടെ ഇതിനേക്കാൾ പഴക്കമുള്ളതാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നത്. അതാണ്. ഇനി ഇസ്ലാമിലേക്ക് നമ്മൾ കടന്നു വരാം. ഇസ്ലാം ഇതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം ഒരു കമ്പാരിസൺ. ഇപ്പൊ നമ്മൾ ക്രൈസ്തവത പറഞ്ഞല്ലോ. അപ്പൊ ക്രൈസ്തവതയിൽ നമ്മൾ 2-3 പോയിന്റുകളാണ് പറഞ്ഞത്. 6000 വർഷം എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇസ്ലാം എന്താ പറയുന്നത്? എത്ര കാലമായി ഭൂമി ഉണ്ടായിട്ട്? ഇസ്ലാം എന്താണ് പറഞ്ഞത്? ആൻസർ ചെയ്യാം. ഭൂമി ഉണ്ടായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ട് മനുഷ്യനുണ്ടായിട്ട് എത്ര കാലമായി എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമിന് എന്ത് ചെയ്യുന്നില്ല, കോൺട്രഡിക്ഷൻ ആയിട്ട് വരുന്നില്ല. പോയിന്റ് നമ്പർ 1, നമ്മൾക്ക് പ്രശ്നമില്ല, ക്രൈസ്തവർക്ക് പ്രശ്നമുണ്ട്. രണ്ടാമത്തെ വിഷയം എടുക്കാം. ഓരോ ജീവിവർഗത്തെയും ഓരോന്നിനെയും ഡയറക്റ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇവല്യൂഷൻ അംഗീകരിക്കാൻ ക്രൈസ്തവർക്ക് സാധിക്കില്ല. എന്നാൽ ഇസ്ലാമിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ മനുഷ്യനെ ഡയറക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെ? ദൈവം നേരിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നേരിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ നേരിട്ടാണ് സൃഷ്ടിച്ചതെന്ന് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ കഴിയും, ഖുർആനിൽ കാണാൻ കഴിയും. എന്നാൽ മറ്റ് ജീവികൾ അത് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഖുർആൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ ക്രൈസ്തവതക്ക് മൂന്നാമതുണ്ടായിരുന്ന കോൺട്രഡിക്ഷൻ എല്ലാ ജീവികളെയും ഡയറക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചാണ്. പിന്നെ ഈ പറയുന്ന പൊതുപൂർവികനും ഇവല്യൂഷന്റെ ഈ സിദ്ധാന്തത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇസ്ലാം അതിനെ മനുഷ്യനെ ഡയറക്റ്റ് ആയി സൃഷ്ടിച്ചു, നാം മറ്റു ജീവികളെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെയും നമ്മൾക്ക് കോൺട്രഡിക്ഷൻ വരുന്നില്ല. ഇനി മുസ്ലിം ലോകത്തെ 4 വീക്ഷണങ്ങളാണ് ഈ പറയുന്ന തിയറികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മുസ്ലിം ലോകം 4 തരത്തിലാണ് അതിനെ എടുക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം ക്രിയേഷനിസം. അത് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പരിണാമ സാധ്യതകളെ പൂർണ്ണമായി തള്ളുകയാണ്. പരിണാമം ഈ പറയുന്ന രീതിയിലുള്ള ജൈവ പരിണാമം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യനെ എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതേപോലെ മറ്റുള്ള സ്പീഷീസിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചോ അതേ രീതിയിൽ അവരെയും സൃഷ്ടിച്ചു. പിന്നെ അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പരിണാമ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ ഒരു സെക്കൻഡറി കോസിന്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് ക്രിയേഷനിസം. ഇതാണ് മുസ്ലിം ലോകത്തുള്ള ഒന്നാമത്തെ ഒരു വീക്ഷണം. രണ്ടാമത്തെ ഒരു വീക്ഷണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആഡമിക് എക്സെപ്ഷനലിസം ആണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവും. രണ്ടാമത്തെ ഒരു വീക്ഷണം ആഡമിക് എക്സെപ്ഷനലിസം ആണ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവർ ചെയ്യുന്നത് ഈ പരിണാമ സാധ്യതകളെ പൂർണ്ണമായും അവർ തള്ളുന്നില്ല. പരിണാമ സാധ്യതകളെ അവരെന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായും തള്ളുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല, എന്നാൽ ആദം നബി അലൈഹി സ്വലാം, അല്ലെ, ഖുർആൻ സ്പെസിഫൈ ചെയ്തല്ലോ, ആദം നബി അലൈഹി സ്വലാമെ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ തള്ളുന്നില്ല. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമയെ അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ചു. ആദമിന്റെ സന്തതികൾ, നമ്മൾ ഈ കാണുന്ന മനുഷ്യർ, അവരെന്ത് ചെയ്തു, അതിന്റെ ആ പരമ്പരയിൽ കടന്നു വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരാണ് ബനി ആദം, അല്ലെ, ഖുർആൻ പറയുന്ന ബനി ആദം. അപ്പൊ ഈ ബനി ആദത്തിനാണ് നമ്മൾ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല
അല്ലെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ ഇസ്ലാം വെക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ ബാധകമായിട്ടുള്ളത് ഈ ബനു ആദത്തിനാണ്, അല്ലെങ്കിൽ ബനി ആദത്തിനാണ്. ആദം നബിയുടെ ആ സന്തതി പരമ്പരയിൽ വരുന്ന ആളുകൾക്കാണ് ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പാലിക്കേണ്ടത് ഈ ആളുകളാണ്. എന്നാൽ ഇവർ പറഞ്ഞ എന്താണ്, പരിണാമ സാധ്യതകൾ അവർ പൂർണ്ണമായും തള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിരിക്കാം, ഈ ഡാർവിനൊക്കെ പറഞ്ഞതുപോലെ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യണം, പരിണമിച്ചു വന്നിട്ടുണ്ടാവാം. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷനായി. അപ്പം ബനു ആദമിനെ നേരിട്ട് സൃഷ്ടിച്ചു, ആദമിന്റെ പരമ്പര മനുഷ്യന്മാർ വന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പരിണാമത്തിലൂടെയും മനുഷ്യന്മാർ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു തരം മനുഷ്യന്മാര്. ഒരു തരം മനുഷ്യന്മാർ ബനു ആദത്തിൽ വരുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാം, അവരെന്ത് ചെയ്യണം, ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചിരിക്കണം. എന്നാൽ മറ്റേ ടീം എന്ത് ചെയ്യണ്ട, അവർക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഇത് ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഈ അടുത്ത് ഒരു മുസ്ലിയാരുടെ ഒരു ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആദം നബിക്ക് മുമ്പേ മനുഷ്യന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ആഡമിക് എക്സെപ്ഷനലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ പറയുന്ന ആളുകളാണ് ആ രീതിയിൽ പറയുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു തരം മനുഷ്യർക്ക് എന്ത് ചെയ്യണ്ട, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. മറ്റേ പിന്നെ ബനി ആദമാണെങ്കിൽ എന്ത് ചെയ്യണം, പാലിക്കണം. ഈ രീതിയിലുള്ള ഒരു പ്രശ്നം അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു വീക്ഷണം, 4 വീക്ഷണങ്ങളിൽ ആദ്യം ക്രിയേഷനിസം പറഞ്ഞു, എല്ലാ ജീവികളെയും നേരിട്ട് സൃഷ്ടിച്ചു എന്നുള്ള, മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു അതേപോലെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം ആഡമിക് എക്സെപ്ഷനലിസം, അപ്പൊ അവിടെയുള്ള ഒരു പ്രശ്നവും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം വരുന്നത് ഹ്യൂമൻ എക്സെപ്ഷനലിസം ആണ്. അഥവാ എല്ലാ മനുഷ്യരും ബനി ആദമാണ്, എല്ലാ മനുഷ്യരും ആദം നബിയുടെ സന്തതി പരമ്പരയിൽ വന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും പാലിച്ചിരിക്കണം. എന്നാൽ ഇവല്യൂഷൻ നടന്നിരിക്കാം. മനുഷ്യനല്ലാത്ത മറ്റ് സ്പീഷീസ് ഉണ്ടല്ലോ, ആ സ്പീഷീസ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് എവിടെയും വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യാം, ഇവല്യൂഷനിലൂടെ പരിണാമ പ്രക്രിയയിലൂടെ കടന്നു വന്ന ആളുകളും ആവാം. മനുഷ്യൻ എന്താണ്, അതിൽ നിന്ന് മാറി നിൽക്കണം. മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ മനുഷ്യന് പിന്നെ അവിടെ എക്സെപ്ഷൻ ഇല്ല, ഹ്യൂമൻ എക്സെപ്ഷനലിസം. അപ്പൊ ആഡമിക് എക്സെപ്ഷനലിസവും ഹ്യൂമൻ എക്സെപ്ഷനലിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കാണ്. ആഡമിക് എക്സെപ്ഷനലിസം അവര് പരിണാമ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ മനുഷ്യനെയും ഉൾപ്പെടുത്തി. എന്നാൽ ഹ്യൂമൻ എക്സെപ്ഷനലിസം പറഞ്ഞു മനുഷ്യനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞു എന്ത് ചെയ്ത് മനുഷ്യൻ ആദം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പൊ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നാലാമത്തെ ഒരു വീക്ഷണം എന്നുള്ളത് ഫുൾ ആക്സെപ്റ്റൻസ് ആണ്. ഫുൾ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമും പരിണാമ സിദ്ധാന്തവും തമ്മിൽ യാതൊരു സംഘട്ടനവും ഇല്ല. പരിണാമ സിദ്ധാന്തത്തെ നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മൾ സാധാരണ ലിബറലുകളായിട്ടുള്ള മുസ്ലിങ്ങളിൽ നിന്നൊക്കെ ഇത് കാണുന്ന ഒരു തരം വാദമാണിത്. പരിണാമ സിദ്ധാന്തവും ഇസ്ലാമും തമ്മിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ മറ്റു ജീവികളെ പോലെ തന്നെ ആ ഒരു പരിണാമ പ്രക്രിയയിലൂടെ കടന്നു വന്നവർ തന്നെയാണ് മനുഷ്യന്മാരും. അതിനൊക്കെ നമ്മൾ എന്തിനാണ് എതിർക്കേണ്ട ആവശ്യം? അപ്പൊ തിരിച്ചൊരു ചോദ്യം ഉണ്ടാവും, ഖുർആനിൽ പിന്നെ ഇത്ര കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് എന്താണ് ആദം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതൊരു മിത്താണ്, അതൊരു ജസ്റ്റ് ഒരു എന്താണ് മെറ്റഫറാണ്. അതൊരു മെറ്റഫറാണ്, അത് മനസ്സിലായില്ല, അത് മെറ്റഫറാണ്, ഒരു മിത്താണ്. അത് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ പരിണാമത്തെ എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം സയൻസ് അവിടെ എന്താ സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സയൻസിനെ അല്ലെ, സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞു ഒരു വാലിഡ് സയന്റിഫിക് തിയറിയാണ്. അപ്പൊ സയൻസിനെ അവരെന്ത് ചെയ്തു, പ്രമാണത്തിന്റെ മുകളിൽ വെച്ചു. സയൻസിനെ പ്രമാണത്തിന്റെ മുകളിൽ വെച്ചു. അവിടെയാണ് ഈ ഫുൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തെ നമ്മൾ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള നിലക്കുള്ള ഒരു വീക്ഷണവും വരുന്നത്. ഞാൻ പറഞ്ഞത് ഇത് മുസ്ലിം ലോകത്തെ വീക്ഷണങ്ങളാണ്, ഇസ്ലാമിന്റെ വീക്ഷണങ്ങളല്ല, മുസ്ലിം ലോകത്തെ പലതരത്തിലുള്ള വീക്ഷണങ്ങളാണ്. ഇനി ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ആദം അലൈഹിസ്സലാം എത്ര കാലം മുമ്പ് ജീവിച്ചു എന്നത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലോ പ്രമാണങ്ങളിലോ യാതൊരു തരത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടേ ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അത് ഒന്നാമത്തെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കോൺട്രഡിക്ഷൻസും വരുന്നില്ല. ഇത്ര കാലം മുമ്പ് ഫോസിലുകൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെടുത്തോട്ടെ, എന്താ കുഴപ്പം? നമ്മൾ ഇത്ര കാലം മുമ്പ്, ഇത്ര 5000 വർഷമോ 10,000 വർഷമോ 1,00,000 വർഷമോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വർഷം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. അപ്പം ഇനി 1,00,000 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കോൺട്രഡിക്ഷനും ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, കാരണങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥ സംവിധാനിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലെ, ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു കാരണം വേണം, അല്ലെ ഒരു വ്യവസ്ഥ വേണം. നമ്മൾ സാധാരണ കാര്യകാരണ ബന്ധം എന്ന് പറയും. ഒരു കാര്യം നടക്കാൻ ഒരു കാരണം വേണം. നമ്മൾ ജനിക്കാൻ കാരണങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. അതേപോലെ ഏതൊരു കാര്യത്തിനും ഒരു കാരണമാണ്. ആ കാരണങ്ങൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്.
ആ വ്യവസ്ഥയെ അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആ സംവിധാനത്തെ, ആ വ്യവസ്ഥയെ, ആ സെറ്റിങ്സിനെ മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ളത് ആരാണ്? അള്ളാഹു മാത്രമാണ്. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത് അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹു ആണ് ഈ കാര്യകാരണ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊരു ചേഞ്ച് വരുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു പ്രയാസമില്ല. അപ്പോൾ ആദം നബി ഇപ്പം ഒരാൾ ജനിക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ മാതാപിതാക്കളാണ് കാരണം എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ, അങ്ങനെ ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു കാരണമില്ലാതെയാണ് ആര് ജനിച്ചത്, അല്ലെങ്കിൽ ആരുണ്ടായത്? ആദം നബി ഉണ്ടായിട്ടുള്ളത്, ഹവ്വാ ബീവി ഉണ്ടായിട്ടുള്ളത്, ഈസാ നബി ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു കാരണമില്ലാതെയാണ്. ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ, പിതാവില്ല. ഒരു കുഴപ്പമില്ല. കാരണം ഈ സംവിധാനിച്ച അള്ളാഹുവാണ്. അള്ളാഹുവിന് എന്ത് ചെയ്യാം? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൽ ചേഞ്ച് വരുത്താൻ കഴിയും. ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു വ്യവസ്ഥ, സെറ്റിങ്സ്, അത് അള്ളാഹുവിന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ മറ്റ് സ്പീഷീസ്, ഇപ്പൊ മനുഷ്യനല്ലാത്ത മറ്റ് സ്പീഷീസിനെ കുറിച്ച് യാതൊരു തരത്തിലും എങ്ങനെയാണ് അവർ കടന്നു വന്നത് എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അതൊരു സെക്കൻഡറി കോസിലൂടെ, ഈ ഡാർവിൻ പറയുന്ന ഇവല്യൂഷൻ അല്ല. ഡാർവിന്റെ ഇവല്യൂഷൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളത്തെളിവുകളും ചതികളും നടത്തിയിട്ടുണ്ടാക്കിയൊരു, അല്ലെ, അതാണ് അതിന്റെ ബാക്കിങ്, ആ തിയറിയുടെ ബാക്കിംഗ് ആയിട്ട് പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല കുറെ അസംഷൻസ് ആണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ രീതിയിലല്ലാതെ ഒരു ഇവല്യൂഷൻ, ഇപ്പൊ പരിണാമ പ്രക്രിയ നടന്ന് അതൊരു കോസായി മാറ്റാൻ, അല്ലെ മറ്റ് ജീവികൾ ഉണ്ടായി വരാൻ പരിണാമ പ്രക്രിയ ഒരു കോസാക്കി മാറ്റാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം. അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലെ നിലപാട്. ഇവിടെ അവസാനമായി നമ്മൾ ഓർക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഗണ്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് അത് അങ്ങനെയാണ്, ഇത് മെറ്റഫറാണ്, അല്ലെ, അത് നമ്മൾ വായിച്ചതിലെ കുഴപ്പമാണ്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പടി സ്വീകരിക്കുക. അതാണ് ഇസ്ലാമിന്റെ നിലപാട്, അതായിരിക്കണം മുസ്ലിങ്ങളുടെ നിലപാട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 വീക്ഷണങ്ങളിൽ അവസാനത്തെ വീക്ഷണം അഥവാ ഫുൾ ആക്സെപ്റ്റൻസ്, അല്ലെ, അവിടെ അവരെ മെറ്റഫർ എന്നൊക്കെ പറഞ്ഞു, അത് അവിടെ പോവാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്ന ആഡമിക് എക്സെപ്ഷനലിസം, അതിലും ഈ പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത് സ്വീകരിക്കാൻ പാടില്ല. കാലത്തിന്റെ ടൂളുകൾ, അത് സയൻസ് ആവാം, നമ്മളുടെ കാലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂള് സയൻസ് ആണെങ്കിൽ സയൻസ് ആവാം. ഇനി നാളെ സയൻസിനപ്പുറം മറ്റൊരു എക്സലന്റ് ടൂൾ വരികയാണ്, നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു നല്ലൊരു ടൂൾ വരികയാണെങ്കിൽ അതാവാം. അപ്പൊ കാലത്തിന്റെ ടൂളുകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രമാണങ്ങളെ പുനർവായിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ. സയൻസിന് വേണ്ടി നമ്മൾ റിലീജിയനെ, അല്ലെ, മതത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. അപ്പൊ മതം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മതം എന്നുള്ളത് സാർവകാലികമാണ്, അത് എല്ലാ കാലത്തേക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു കാലത്തെ ടൂൾ അനുസരിച്ച് മാറ്റിമറിക്കാനും പുനർവായിക്കാനും ഉള്ളതല്ല മതം എന്നുള്ളത്, മതത്തിന്റെ നിയമങ്ങൾ എന്നുള്ളത്, മതത്തിന്റെ സംഹിത എന്നുള്ളത്. അതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഭീരുക്കളാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഭീരുക്കളാണ്. അവർക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഭീരുത്വമാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടം മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി, അല്ലെ, അതിനോട് നമ്മൾക്ക്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഭീരുത്വം, അതാണ് അവരെ ആ തിയറിയുമായിട്ട് ഇസ്ലാമിൽ അല്ലെങ്കിൽ മതത്തെ കൂട്ടിച്ചേർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു ഭീരുത്വമാണ്. അങ്ങനെ ഒരു ഇന്റലക്ച്വൽ ഭീരുത്വം അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നമ്മൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം, അല്ലെ, നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. അപ്പൊ നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അത് അങ്ങനെ ആവാം, അല്ലെ, എന്ത് ചെയ്യാം, പിന്നെ ആഡമിക് എക്സെപ്ഷനലിസം ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ, ടോട്ടൽ സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ, അവരുടെ ഈ ഡാർവിന്റെ സിദ്ധാന്തത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, പാഠപുസ്തകങ്ങളിലേക്ക് അടക്കം കൊണ്ടുവന്നിട്ടുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിരീശ്വരവാദികളാണ്. ഡാർവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന നിരീശ്വരവാദികൾ ഓരോക്കാണ്, മിലിറ്റന്റ് ആയിട്ടുള്ള എയ്ത്തിസ്റ്റുകൾ. അവരിതിനെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് തങ്ങളുടെ നിരീശ്വരവാദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി. ഡോക്കിൻസ് അടക്കമുള്ള, ഡോക്കിൻസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ വന്നിട്ടുള്ള ഇവരുടെ 4 ഹോഴ്സ്മാൻ ഓഫ് എയ്ത്തിസം എന്നൊക്കെ, നിയോ എയ്ത്തിസം എന്നൊക്കെ പറയുന്ന ഡോക്കിൻസ് അടക്കമുള്ള ആൾക്കാർ ഇതിനെ, ഈ ഒരു തിയറിയെ അവരുടെ നിരീശ്വരവാദത്തിന്റെ തെളിവായിട്ട് കൊണ്ടുവരാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ മതം, അല്ലെ, യെസ് ഓർ നോ പോലെ. പരിണാമ സിദ്ധാന്തം എടുത്താൽ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തെയില്ല, നിങ്ങൾക്ക് മതത്തിൽ സ്ഥാനമില്ല, മതത്തിൽ നിങ്ങൾ ഔട്ടായി, അല്ലെ, മതത്തിൽ പിന്നെ പരിണാമ സിദ്ധാന്തത്തിന് യാതൊരു ഇതുമില്ല. ആ തരത്തിലുള്ള ഒരു ദ്വന്ദ്ം സൃഷ്ടിച്ചത് ക്രൈസ്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കേണ്ടി വന്നത് ക്രൈസ്തവർക്കാണ്. കാരണം അതെന്ത് ചെയ്തു, അവർക്ക് കോൺട്രഡിക്ഷൻസ് വന്നു. കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒന്നേ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഡാർവിന്റെ തിയറിയെ പറ്റിയല്ല. ഡാർവിന്റെ തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ചതിയും കുളത്തരമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഇവല്യൂഷൻ, ഒരു ബയോളജിക്കൽ എവല്യൂഷൻ നടക്കുകയാണെങ്കിൽ ആ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഫോസിൽ തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോൺട്രഡിക്ഷൻസും വരുന്നില്ല. അതുകൊണ്ട് പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു ദ്വന്ദ്ം മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് വെക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, അല്ലെ അങ്ങനെയുള്ളൊരു ഫാൾസ് ഡൈക്കോട്ടമി, അത് ഇസ്ലാമിന്റെ മേൽ ആപ്ലിക്കബിൾ അല്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, മറ്റ് ജീവികളുടെ, ഇതര ജീവികളുടെ പരിണാമ സിദ്ധാന്തം അത് ശരിയാണ് എന്ന് വന്നാൽ തന്നെ, ഇനി മറ്റ് ജീവികൾ പരിണാമ പ്രക്രിയയിലൂടെ കടന്നു വന്നവരാണ് എന്ന് തെളിഞ്ഞാൽ തന്നെ അത് ആക്ച്വലി അള്ളാഹുവിന്റെ വ്യവസ്ഥയെ കൂടുതൽ വിശദീകരിക്കാനുള്ള തെളിവായിട്ടാണ് മാറുക. അത് ആ പോയിന്റ് പിടികിട്ടി വിചാരിക്കാണ്. മനുഷ്യനല്ലാത്ത മറ്റ് ജീവിവർഗങ്ങൾ, മറ്റ് സ്പീഷീസ്, അവര് ഇവോൾവ് ചെയ്ത് ഈ ബയോളജിക്കൽ എവല്യൂഷനിലൂടെ കടന്നു വന്നതാണ് എന്ന് വന്നാൽ തന്നെ, എന്ന് തെളിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു സെക്കൻഡറി കോഴ്സ് ആണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനത്തെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുക. അതൊരിക്കലും നമ്മൾക്ക് എതിരായി മാറുകയല്ല ചെയ്യുക. അപ്പം സിദ്ധാന്തങ്ങൾക്ക് മുകളിലാണ് പ്രമാണത്തിന്റെ സ്ഥാനം. അതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഇവല്യൂഷൻ എന്നുള്ളത് നമ്മൾ ഇതൊക്കെ തുടങ്ങുന്നത്, നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ പുസ്തകം, ചാൾസ് ഡാർവിന്റെ ഈ പുസ്തകം 1853 പുറത്തിറങ്ങിയിട്ടുള്ള ഈ പുസ്തകം, അദ്ദേഹത്തിന്റെ 1ാമത്തെ എഡിഷൻ. അവിടുന്ന് തുടങ്ങുന്നതാണ് ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ. പക്ഷെ ആ ചർച്ചകൾ പിന്നീട് വഴിമാറിപ്പോയതും അത് മതത്തിനെതിരെ, വിശ്വാസികൾക്ക് എതിരെ ടൂളുകളായി എയ്ത്തിസ്റ്റുകൾ ഉപയോഗിക്കുന്നതും, പിന്നീട് അവർ അതിന് തെളിവുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചതും, അതിന്റെ കള്ളത്തരങ്ങളും, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ നാച്ചുറൽ സെലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല, ഹോമോളജിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. എന്തായാലും മതത്തിന്റെ, ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള പരിപ്രേക്ഷ്യമാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട്, ഡാർവിന്റെ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് കിട്ടേണ്ട ഒരു ടേക്ക് അവേ പോയിന്റ് എന്നുള്ളത്. ഈ ഡാർവിന്റെ ഇവല്യൂഷൻ എന്നുള്ളത് അതിന്റെ അവസ്ഥ ഇന്നതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ, നമ്മളൊരു എയ്ത്തിസ്റ്റോ ലിബറലോ നമ്മളെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പരിണാമ സിദ്ധാന്തത്തൊന്നും അംഗീകരിക്കാത്ത മനുഷ്യന്മാരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പരിണാമ സിദ്ധാന്തം ആദ്യം ചോദിക്കണം. ഏത് പരിണാമ സിദ്ധാന്തം? അപ്പോൾ ഓൻ ആകെ അറിയുന്നുണ്ടാവുക ഡാർവിന്റെ ഒരു പരിണാമ സിദ്ധാന്തമായിട്ട്, അതിന്റെ കഥ ഇതാണ്. പിന്നെ ബാക്കിയുള്ള പരിണാമ സിദ്ധാന്തങ്ങളുണ്ട്. അതാണ് ഞാൻ അവിടെ ആൾട്ടർനേറ്റീവ്സ് എന്ന് കാണിച്ചത്. അപ്പോൾ ആ രീതിയിലുള്ള പരിണാമ സിദ്ധാന്തങ്ങളുണ്ട്. ഇനി ആ സിദ്ധാന്തങ്ങൾ ശരിയാണെന്ന് വന്നാൽ തന്നെ, അല്ലെ മനുഷ്യനല്ലാത്ത ഇതര സ്പീഷീസിന്റെ കേസിൽ അത് ശരിയാണെന്ന് വന്നാൽ തന്നെ, അത് അള്ളാഹു ഇതെങ്ങനെ സംവിധാനിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മതത്തിന്റെ ആളുകളുടെ, വിശ്വാസികൾക്ക് അത് കൂടുതൽ ഊർജം നൽകുകയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങളാണ് ഒന്നാമത്, അതിനപ്പുറം അതിന്റെ മുകളിൽ യാതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.